കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണം നടത്തിയ കേസിലെ പ്രതിയും കോൺഗ്രസ് പ്രാദേശിക നേതാവുമായ ഗോപാലകൃഷ്ണന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഗോപാലകൃഷ്ണന്റെ പറവൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഫോൺ പിടിച്ചെടുത്തത്. ഒളിവിൽ കഴിയുന്ന ഗോപാലകൃഷ്ണനോട് ചൊവ്വാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി. അതേസമയം കേസിൽ ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണത്തിന് തുടക്കമിട്ടത് ഈ കെ.എം. ഷാജഹാനും സി.കെ. ഗോപാലകൃഷ്ണനുമാണ് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ.എം. ഷാജഹാനെതിരെയും ഒപ്പം ഈ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനെതിരെയും പ്രതി ചേർത്തുകൊണ്ട് ഇരുവരെയും പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തത് ആ സാഹചര്യത്തിലായിരുന്നു. ഈ കേസെടുത്തതിന് പിന്നാലെ, അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. അങ്ങനെ കേസെടുത്തതിന് പിന്നാലെ സി.കെ. ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോവുകയായിരുന്നു. ഈ ഒളിവിൽ പോയ ഗോപാലകൃഷ്ണൻ്റെ പറവൂരിലുള്ള വീട്ടിൽ പോലീസ് വിശദമായ പരിശോധന നടത്തുകയുണ്ടായി. ഈ പ്രത്യേക അന്വേഷണ സംഘം ഒപ്പം പറവൂർ പോലീസ് രണ്ടു കൂട്ടരും ചേർന്നാണ്, സൈബർ പോലീസും ഒക്കെ ചേർന്നാണ് വളരെ വിശദമായ പരിശോധന നടത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിൽ ഈ ഗോപാലകൃഷ്ണൻ്റെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. അതായത് ഈ അധിക്ഷേപ പ്രചരണത്തിന് വേണ്ടി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇതൊരു നിർണായക തെളിവായി തന്നെ പോലീസ് കാണുന്നു. കാരണം ഈ പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ഈ കേസിലൊരു നിർണായക തെളിവായി മാറും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഒപ്പം ഇതിൽ ഈ ഷാജഹാനും ഗോപാലകൃഷ്ണന് പുറമെ കൂടുതൽ പേർ ഇതിൽ പ്രതികളാവും എന്ന് നേരത്തെ പോലീസ് സൂചന നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഒരാളെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമയെയാണ് ഈ അധിക്ഷേപ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. അത്തരത്തിൽ ആരൊക്കെയാണോ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പ്രചരണം നടത്തിയത്, അവർ ആരൊക്കെയാണ് എന്നുള്ളത് പോലീസ് ശാസ്ത്രീയമായി കണ്ടെത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകിയിരുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി അനുസരിച്ച് നിർണായക നീക്കങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അതായത് ഈ അധിക്ഷേപ പ്രചരണത്തിന് തുടക്കമിട്ടവരും അത് നിർമ്മിച്ചവരും അത് പ്രചരിപ്പിച്ചവരും ആരൊക്കെയാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിലായിരിക്കും ഈ കെ.എം. ഷാജഹാൻ്റെ അടക്കം അറസ്റ്റ് ഉണ്ടാവുക. ഏതായാലും ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം, ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഫോൺ പിടിച്ചെടുത്തു. അതിന് പുറമെ ഒളിവിൽ പോയ ഗോപാലകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാനാണ് ഗോപാലകൃഷ്ണന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.